ഈ സ്റ്റീരിയോടൈപ്പ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരു കാലത്തും ചെയ്തിട്ടില്ല എന്നറിയാം. എങ്കിലും മലയാള സിനിമയിലെ നായികമാർക്ക് പ്രാധാന്യമില്ല, സഹനടിമാർക്ക് റോളേ ഇല്ല എന്നുള്ളൊരു ആ ഒരു സമയത്താണ് ഉള്ളൊഴുക്ക് വരുന്നത്. അതൊരു പെട്ടെന്ന് അത് സ്വീകരിക്കപ്പെടുമോ എന്ന് പോലും നോർമലായിട്ട് വിചാരിച്ചിരുന്നു. അതങ്ങനെ ആ തരത്തിലാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. സംസ്ഥാന അവാർഡ് 6ാം തവണയും വാങ്ങിച്ച ശേഷം ഈ എൽ ജഗദമ്പ വരുമ്പോൾ ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർ എന്ത് വിചാരിക്കുമെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, മറ്റൊരു ഉർവശിയായിട്ട് വരുന്നൊരു സിനിമയായിരിക്കും. അങ്ങനെ തന്നെയാണ് നല്ലത് എപ്പോഴും. കാരണം ടൈപ്പ് ചെയ്യപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം എന്നെ കാണാൻ പ്രേക്ഷകർ കൂടുതൽ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു എന്താ പറയുക കൗതുകമുള്ള കഥാപാത്രങ്ങളിലാണ്. അതിനിടയ്ക്ക് കണ്ണ് നനയിക്കാം എന്നുള്ളതാണ്. ഉള്ളൊഴുക്കൊക്കെ അതിൽ വളരെ വ്യത്യസ്തമായിട്ട് വന്നു ഭവിക്കുന്ന ചില സിനിമകളാണ്. എല്ലാ സിനിമകളും അങ്ങനെ അതുപോലെ വന്ന് വിജയിക്കണം എന്നില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും അതൊരു നല്ല പ്രതീക്ഷയാണ്. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ ഒരു ഒരു റൈറ്ററുടെയും ഡയറക്ടറുടെയും ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇത് ഞാൻ എടുക്കും, ഞാൻ വിജയിക്കും എന്ന് 8 വർഷത്തോളമുള്ളൊരു സംവിധായകൻ്റെ കാത്തിരിപ്പ്, അതിൻ്റെ വിജയമാണ് സത്യം പറഞ്ഞാൽ. അത് എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞു. പാർവതിക്കും അതുപോലെ തന്നെ. പാർവതി നല്ല ആർട്ടിസ്റ്റാണ്. കഴിഞ്ഞത് വലിയ ഭാഗ്യം. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ ആവണം എന്നുള്ളത് ആഗ്രഹിച്ച് തന്നെ ചെയ്തതാണ്. ഇങ്ങനെ കാണാനും എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ കൂടുതൽ ഇങ്ങനെ കാണാനുമാണ് ഇഷ്ടം.